ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറ്റോമിക് ബോംബെന്ന് സർവൈവ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഹലോ, സുട്ടോമോ യമാഗുചി 1945 മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിൻ്റെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജപ്പാനിൽ ബിസിനസ് ട്രിപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഹിരോഷിമയിലേക്ക് 1945 ഓഗസ്റ്റ് 6 വരെയുണ്ടായി. ഷിപ്പ്യാർഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അതിഭീകരമായ വെളിച്ചവും ശബ്ദവും വന്ന് അദ്ദേഹത്തിന് ആകെ ദേഹാസ്വസ്ഥണ്ടായി. ശരീരത്തിൽ പല ഭാഗത്ത് പൊള്ളലേറ്റു. ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. മറ്റൊന്നല്ല, US ഫസ്റ്റ് ആറ്റോമിക് ബോംബ് വർഷിച്ചതായിരുന്നു. അദ്ദേഹം ആ ഒരു ദിവസം ഷെൽട്ടറിൽ കിടന്ന് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ നാടായ നഗസാക്കിയിലേക്ക് പോയി. ഫാമിലിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഓഗസ്റ്റ് 9 ഓഫീസിലെത്തി ബോസിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭീകര ശബ്ദം. ഈ പറഞ്ഞ ഹിരോഷിമയ്ക്ക് ശേഷം 3-ാം ദിവസം നഗസാക്കിയിലിട്ട ബോംബായിരുന്നു അത്. ഇങ്ങനെ 2 തവണയാണ് അദ്ദേഹം അറ്റോമിക് ബോംബ് നേരിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻഫാന്റ് ബേബി മരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ റേഡിയേഷൻസ് കാരണം മുടി നഷ്ടപ്പെട്ടു. മറ്റു പല പ്രശ്നങ്ങൾ നേരിട്ടു. അങ്ങനെ അദ്ദേഹം 93 വയസ്സ് വരെ ജീവിച്ചു. 2ാമത്തെ അറ്റോമിക് ബോംബിന് ശേഷം അദ്ദേഹം ഒരു പീസ് ആക്ടിവിസ്റ്റ് ആയിട്ട് സമാധാനത്തിന് വേണ്ടി, യുദ്ധഭീകരതയ്ക്കെതിരെ, അണുബോംബ് ഉപയോഗിക്കുന്നതിനെതിരെ പല ക്യാമ്പയിനിങ് കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ജീവിച്ചു പോന്നു.